പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു മനുഷ്യനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ മരിക്കും. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കാൻ പോവുകയാണ്. അവൻ ചുമരിനോട് ചേർന്ന് കരഞ്ഞു, ഹൃദയം പൊട്ടിക്കരഞ്ഞു. യേശുനാഥൻ അവന് 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തു. ഇന്ന് നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം എസെക്കിയേലിന്റെ പുസ്തകം 38 അധ്യായം 1, 2, 5 തിരുവചനമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എസെക്കിയേൽ മരണത്തോട് അടുക്കുകയും ചെയ്തു. യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. ആരാണ് പറയുന്നത്? ദൈവപുത്രൻ. നമുക്കെല്ലാം ജന്മം നൽകി കുടുംബജീവിതം തന്ന് പോറ്റുന്ന ദൈവമായ കർത്താവ് പറയാണ്, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ഇത് കേട്ട ഉടനെ എസെക്കിയേൽ പ്രവാചകൻ രോഗവേദനായി കട്ടിലിൽ കിടക്കുന്നു. അവൻ ചുമരിനോട് ചാരി കിടന്ന് പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകനും കൂടെ കൊട്ടാരം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എന്താണത്? 5-ാം വാക്യം, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ നീട്ടി തന്നിരിക്കുന്നു. ഇതൊരു വലിയ അനുഗ്രഹങ്ങളല്ലേ? ദൈവമായ കർത്താവിനെ നമ്മുടെ ആയുസ് കുറയ്ക്കാനും പറ്റും, നീട്ടാനും പറ്റും. കാരണം അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവനിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രോഗപീഠയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും രക്ഷ പ്രാപിക്കും. പൂർണ്ണമായി യേശുനാഥനെ സമർപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ കുടുംബങ്ങളിലും യേശുനാഥൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ, ആമേൻ.